മനുഷ്യൻ സാമൂഹിക ജീവിയാണല്ലോ. ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മറ്റൊരാളുടെ സഹായം കൊണ്ടാണ് ഓരോരുത്തരും ജീവിക്കുന്നത്. നാം നമ്മുടെ മുന്നിലെത്തിയ ഇന്നത്തെ ഭക്ഷണം പോലും എത്രയോ പാവപ്പെട്ട കർഷകരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് ആ ഭക്ഷണത്തിന്. ഇന്നത്തെ ലോകത്ത് കൂട്ടുജീവിതങ്ങളെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന, അയൽവാസികളെപ്പോലും തിരിച്ചറിയാതെ പോകുന്ന ഈ കാലത്ത് അയൽവാസികളുടെ പ്രാധാന്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരവസരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയൽവാസികളോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന ചോദ്യത്തിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയിൽ നമുക്കിങ്ങനെ കാണാം: കടം ചോദിച്ചാൽ നീ അവർക്ക് കടം കൊടുക്കണം. അവർ എന്തെങ്കിലും ആവശ്യത്തിന് സഹായം ചോദിച്ചാൽ നിന്നെ കൊണ്ട് കഴിയും വിധം അതിന് നീ സഹായം ചെയ്യണം. അയൽവാസികൾക്ക് രോഗിയായാൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമെന്ന് നാം തിരിച്ചറിഞ്ഞ് അതവർ ചോദിക്കാതെ തന്നെ നാം ചെയ്തു കൊടുക്കണം. നമ്മുടെ അയൽവാസി ഒരു ദരിദ്രനാണെങ്കിൽ അവന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് കഴിയും വിധം നാം ചെയ്തു കൊടുക്കണം. അവർക്കിനി സന്തോഷങ്ങളും ഉയർച്ചകളുമാണെങ്കിൽ അവരുടെ സന്തോഷത്തിലും ഉയർച്ചകളിലും നാം പങ്കാളികളാകണം. വിഷമഘട്ടത്തിലാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന സാന്ത്വനങ്ങൾ നാം നൽകണം. നമുക്ക് കഴിയും വിധമുള്ള സമാധാനം അവർക്ക് നൽകണം. നമ്മുടെ അയൽവാസി മരണപ്പെട്ടാൽ ആ അയൽവാസിയുടെ ജനാസയെ നാം അനുഗമിക്കണം. അയൽക്കാരന്റെ അനുമതിയില്ലാതെ കെട്ടിടം നീട്ടിപ്പണിത് അവന്റെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തി, അവന്റെ വഴി തടസ്സപ്പെടുത്തി അവനെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. നമുക്ക് കഴിയും വിധം എല്ലാവിധം അവരെ സഹായിക്കണം. നാം ഒരു നിലയ്ക്കും നമ്മുടെ അയൽവാസി ഉപദ്രവിക്കാൻ പാടില്ല. നാം വീട്ടിൽ കറി പാചകം ചെയ്യുമ്പോൾ അല്പം വെള്ളം ഏറെ ഒഴിച്ച് കറി കൂടുതലാക്കി അതിൽ നിന്ന് അല്പം അയൽവാസികൾക്ക് കൊടുക്കണം. അയൽവാസിയോടുള്ള എല്ലാവിധ ബാധ്യതകളും ഇസ്ലാം പറഞ്ഞു വെച്ചതിന് ശേഷമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ നിന്ന് വിടവാങ്ങിയത്. ഇസ്ലാം എത്ര മനോഹരമായാണ് അയൽവാസികളെ പരിഗണിച്ചിരിക്കുന്നത്. അയൽവാസികളിൽ നിന്ന് ഒരു തെറ്റ് നാം കണ്ടാൽ, ഒരു വീഴ്ച നാം സംഭവിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കഴിയുന്നത്ര നാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അവരുടെ ന്യൂനതകൾ ചൂഴ്ന്നന്വേഷിക്കുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. തെറ്റുകൾ ആർക്കും സംഭവിക്കാം, ന്യൂനതകൾ ആർക്കും ഉണ്ടാകാം. അതിലിങ്ങനെ ചൂഴ്ന്നന്വേഷിച്ച് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി അയൽവാസി എന്ന നിലയ്ക്ക് നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. കഴിയുമെങ്കിൽ അയൽവാസിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ വീടും നാം സംരക്ഷിക്കണം. നല്ല കാര്യങ്ങളിൽ കൂടെ ചേർന്ന് നിൽക്കുകയും മോശമായ കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ ഉപദേശം നൽകി അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യണം. സാധാരണയായി പരസ്പരം നാം വായ്പയായി ചോദിക്കാറുള്ള കൈക്കോട്ട്, കോടാലി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ഉപ്പ്, തീ തുടങ്ങിയതൊക്കെ ചോദിച്ചാൽ ഒരിക്കലും അത് നാം തടയാൻ പാടില്ല. നമ്മുടെ അയൽവാസി എന്ന നിലയ്ക്ക് നമുക്ക് കഴിവിൻ്റെ പരമാവധി അവർക്ക് കൊടുക്കാൻ കഴിയുന്നതൊക്കെ നാം അവർക്ക് കൊടുത്തു സഹായിക്കണം. നാം നല്ല രീതിയിൽ അവരോട് പെരുമാറിയാൽ തിരിച്ചും അവർ നല്ല രീതിയിൽ തന്നെ നമ്മോട് പെരുമാറും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയൽവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഏറെ ബാധ്യതകളുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം: അയൽവാസികളുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അയൽവാസിക്ക് അനന്തരാവകാശമുണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കൊണ്ട് അയൽവാസിയോടുള്ള ബാധ്യതകൾ നിറവേറ്റി അവരെ കഴിയും വിധം സഹായിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് വിട്ടുനിന്ന്, ഇനി അവരിൽ നിന്ന് വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നാം ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്ത് എല്ലാം ആഖിറത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് ആഖിറം വിജയിപ്പിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു നമ്മുടെ ആഖിറം വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. നമുക്ക് കഴിയും വിധം അയൽവാസികൾക്ക് നന്മ ചെയ്ത് യാതൊരുവിധ പ്രയാസങ്ങളും ഉണ്ടാക്കാതെ അള്ളാഹുവിനോട് അടുക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.